ഈ അശ്വന്ത് ഗോഖലെ പോലുള്ള എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഈ വിവരക്കേടാണോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? അദ്ദേഹം ഇപ്പൊ സസ്പെൻഷനിലാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിന് ഒരു ജോലി പോലും ഇനി കിട്ടൂല. കാരണം ഇത്രയും വിവരം കെട്ട ഒരു അശ്വന്ത് ഗോഖലെ പോലുള്ള ഒരു മണ്ടനെന്നല്ല, ഇത് വേറെ ആളെ ദ്രോഹിച്ചിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനില്ല. വെറും മ്ലേച്ഛമായിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നോക്കി വിടുന്നത് ഈ തുടരും മൂവിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കെടുത്തുകൊണ്ട് ആദ്യം തന്നെ അശ്വന്ത് ഗോഖലെ ഒറ്റ ഊക്കം കൂക്കി വിടുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേട് വേറെ ഉണ്ടോ? ആ സിനിമ കൊള്ളിലെന്ന് പറഞ്ഞു ആർക്കും കൂടെ ഒരു പരാതിയില്ല. പക്ഷെ ബോംബിങ് നടത്തരുത്. ബോംബിങ് നടത്തുമ്പം ഇത് സിനിമ എടുത്തിട്ടുള്ള എത്രയോ ലോണുകൾ എടുത്തുള്ള എത്രയോ പ്രൊഡ്യൂസർമാർ ഇന്ന് തൂങ്ങാൻ കയറെടുത്തുകൊണ്ട് നട്ടം കറങ്ങാണ് ഈ അശ്വന്ത് ഗോഖ എന്ന് പറയുന്ന ഇവരെ. കാരണം ഈ റിവ്യൂവറാണ്. ഓക്കെ, സമ്മതിച്ചു, റിവ്യൂ ചെയ്തോ, പക്ഷെ അത് മാന്യമായിട്ട് ചെയ്യാം. കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ചിന്തിക്കല്ലേ ഇവ പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗപ്പെട്ട ഒരു മാനേഴ്സും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാണ്. എന്തായാലും ആ 6 ജീപ്പ് കൊണ്ട് അദ്ദേഹം ആക്സിഡന്റിലൊന്നും പെടാതിരിക്കട്ടെ എന്ന് ഞാൻ വളരെ സത്യസന്ധമായി പറയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള വഴികൾക്ക് അത് തെളിയട്ടെ. ആ 6 ജീപ്പൊക്കെ മേടിച്ചത് ആരെയൊക്കെ കൊന്ന കാശ് കൊണ്ടാണെന്നുള്ളത് ആലോചിക്കണം. കൊന്നതെന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്തിയെന്നല്ല, എത്രയോ സിനിമാ നിർമ്മാതാക്കളെ ഒട്ടിച്ച് അവരുടെ ആ സിനിമയെ തകർത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ റവന്യൂ, യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയിട്ടുണ്ട്. ആ പൈസ കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ പൈസ കൊണ്ട് ചെലവിന് കൊടുക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കണം. അവരിത് ഏത് തരത്തിൽ യൂസ് ചെയ്യണം? അവരൊരു ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു നെഞ്ചുവേദന ഉണ്ടാവും. മനസ്സിലായോ? ഇതുപോലെ എത്ര പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അശ്വന്ത് ഗോഖലെ പോലുള്ള വിവരം കെട്ടവനെ അംഗീകരിക്കരുത്. കാരണം അദ്ദേഹം ഒരു വ്യവസായത്തെ, സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എത്ര സിനിമകൾക്ക് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. എത്രയോ നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ എത്രയോ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് റിവ്യൂ പറയണേ? നിങ്ങൾ മാന്യമായിട്ട് പറ. അത് അദ്ദേഹത്തിന്റെ റിവ്യൂ അല്ല അദ്ദേഹം പറയുന്നത്. അത് ഭൂരിപക്ഷത്തിന് അംഗീകരിക്കണോ വേണ്ടെന്നുള്ളത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആൾ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞോട്ടെ. സുഹൃത്തായി പറയുന്നതിന് ഒരു വിരോധമില്ലാന്നേ. നിങ്ങളൊരു സിനിമ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തിനാണ് അതാ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്? ആ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ സിനിമ ഒരു കാരണവശാലും ഓടുന്ന രീതിയിലുള്ള അവസാനം തുടക്കം മുതൽ നിങ്ങളെന്ന് പറയാം ഒരു സിനിമയുടെ ക്ലൈമാക്സ് കഥ, അതുപോലെ തന്നെ എല്ലാ ഇൻട്രോ പഞ്ച് എല്ലാ സാധനങ്ങളും അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ്, പ്രേക്ഷകർ കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. അങ്ങനെയാണോ റിവ്യൂ പറയേണ്ടത്? ഒരു സിനിമയ്ക്ക് 2.5 മണിക്കൂറുള്ളതിൽ അതിൽ സസ്പെൻസ് വരെ പൊളിച്ചുകൊണ്ട് റിവ്യൂ പറയുന്നത് എന്ത് മര്യാദയാണ്? എത്രയോ സിനിമയുടെ സസ്പെൻസ് അയാളെ പൊളിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര റിവ്യൂ കണ്ടിട്ടുണ്ട്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു പിടിക്കുന്നതിനാണ്? അശ്വന്ത് ഗോഖ എന്ന് പറയുന്നത് നല്ല വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും പറയണ്ട. എത്ര സിനിമകളുടെ സസ്പെൻസ് പൊളിച്ചിട്ടുള്ള എത്രയോ കഥകളുണ്ട്, എത്ര റിവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ടുള്ള ആരെങ്കിലും അല്ലേ തിരിച്ചൊന്ന് പറയട്ടെ? അയാൾ പറഞ്ഞിട്ടുള്ള എത്ര സിനിമകളിലൂടെ വിജയിച്ചിട്ടുണ്ട്, എത്ര സിനിമകൾ നശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അയാൾ പറയുന്ന പടങ്ങൾ വിജയിക്കോ പരാജയപ്പെടുന്നത് വേറെ കാര്യം. അയാൾ പറഞ്ഞോട്ടെ. ആൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇഷ്ടപ്പെടുക അഭിപ്രായ സ്വാതന്ത്ര്യം ഇയാൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് റിവ്യൂ ബോംബിങ് ആവരെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയട്ടെ. സിനിമ കൊള്ളില്ലെങ്കിൽ അദ്ദേഹം കണ്ട സിനിമ കൊള്ളില്ലെന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്ന് ഇത് കോമാളി സിനിമയാണെന്നുള്ള സാധനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരാണ്. അതിലൊരു 50,000 പേര് ആ സിനിമ കാണാതിരിക്കുന്നു എന്നുള്ളത് കൂട്ടുകാരൻ വിചാരിച്ച് നോക്കൂ. കൂട്ടുകാരാ, ഈ 50,000 പേരുടെ 200 രൂപ ടിക്കറ്റ് റേറ്റ് എത്രയായി? അത് മനസ്സിലാക്കൂ. ആ 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം പേര് സിനിമ കാണാൻ വരില്ല. അതിലൊരു 50,000 പേര് കാണുമോ? ഈ 50,000 പേരുടെ 200 രൂപ ടിക്കറ്റ് റേറ്റ് എത്രയായി? ഒരു സിനിമ പ്രൊഡ്യൂസറുടെ അവസ്ഥ എന്താണ്? കോടികളെടുത്ത് ഒരു സിനിമ കൊണ്ടുവന്ന് അദ്ദേഹം ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിമും പിടിക്കാനുള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ടോ? അയാൾ പിടിക്കട്ടെ. അയാൾ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് കാണിക്കട്ടെ. ഒരു നല്ലൊരു ഷോട്ട് വെക്കട്ടെ, നല്ലൊരു സീൻ കാണിച്ചു കൊടുക്കുക. ആ സീനിൽ ഇന്ന ഷോട്ടാണ് വെക്കേണ്ടത്. ക്യാമറയെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് അയാൾ ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് പറയേണ്ടത്. എന്താണ് അദ്ദേഹത്തിന് സിനിമ ബന്ധമുള്ളത്? അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഈ കുട്ടികളെ ഇതാണ് വിവരക്കേടാണ് പഠിപ്പിക്കേണ്ടത്. മോഹൻലാൽ ശോഭന കോംബോ എങ്ങനെയുണ്ട്? മോഹൻലാൽ ശോഭന കോംബോ അടിപൊളിയാണ്. 20 വർഷത്തിന് ശേഷം മലയാളികൾ എന്ത് പ്രതീക്ഷിച്ചോ അത് സിനിമയിലുണ്ട്. എന്തായാലും തുടരും. അടിപൊളിയായിരിക്കും. കോമഡി എല്ലാം ഉണ്ടെന്ന്. കോമഡി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ലാലേട്ടൻ വേറൊരു ലെവലാണ്. അത് താടി ഇവിടെ ഓരോരുത്തർ പറയുന്ന പരാതികളാണ്. മോഹൻലാൽ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നില്ല, കാലുകൊണ്ട് അഭിനയിക്കുന്നില്ല, താടി വെച്ച് അഭിനയിക്കുന്നില്ല, എന്തൊക്കെ പറയണേ. സിനിമ ഒന്ന് കാണാൻ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ ഡയറക്ടർമാരും ശ്രമിക്കണമെന്നേ. ആ കഥ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന് ആ ക്യാരക്ടർ ആക്കി എടുക്കാൻ തരുൺ മൂർത്തി എന്ന ഡയറക്ടറെ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും തുടരും മൂവിയിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ്.